എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 3 സൂറത്തുകൾ ഓതാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനം ഉണ്ടാകും. ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങളെ ശത്രുക്കൾ നിങ്ങളെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കും. സിഹിറേൽക്കൂല, കണ്ണേറേൽക്കൂല. ഏതൊക്കെയാണ് ആ 3 സൂറത്തുകൾ എന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ 3 സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. اللهم اقض حاجاتنا يا قاضي الحاجات. اللهم ادفع بلياتنا يا دافي البليات. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ പ്രശ്നങ്ങൾ അകറ്റണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, ആരൊക്കെ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരെ പ്രശ്നങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും മജ്ലിസിന്റെ അവസാനം നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കുക. അള്ളാഹു പങ്കെടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. അഥവാ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 3 സൂറത്തുകൾ നിങ്ങൾ ഓതാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കാണാം, പ്രയാസങ്ങൾ മാറിക്കിട്ടും, ഒരു സിഹുറുമേൽക്കൂല, കണ്ണേറേൽക്കൂല. നിങ്ങളെ ശത്രുക്കൾ നിങ്ങളെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുമെന്നുള്ളതാണ്. ആ സൂറത്ത് അത്രയും പവറുള്ളതാണ്, അത്രയും മഹത്വമേറിയതാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സൂറത്ത്? സൂറത്തുൽ ഫാത്തിഹയാണ് ഒന്നാമത്തെ സൂറത്ത്. സൂറത്തുൽ ഫാത്തിഹയാണ്. എപ്പോഴാണ് ഓതേണ്ടത്? സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ദിക്റുകളും സ്വലാത്തും പ്രാർത്ഥനയും കഴിഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യമാണ് ഓതേണ്ടത്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അപ്പൊ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം എന്നും 3 പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് പതിവാക്കണേ. അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ആണ് 3 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സൂറത്തുൽ മുഅവ്വിദതൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസുമാണ്. ഇങ്ങനെ സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഈ പറഞ്ഞ സൂറത്തുകൾ 3 പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ യക്ഫീക മിൻ കുല്ലി ശൈഇ, അന്നത്തെ ദിവസമുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. കടക്കാര് വന്ന് നിന്നെ പ്രയാസപ്പെടുത്തൂല, ശത്രുക്കൾ നിന്നെ പ്രയാസപ്പെടുത്തൂല. ആരെങ്കിലും നിനക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഏൽക്കുകയില്ല, കണ്ണേറ് നിനക്ക് ഏൽക്കുകയില്ല എന്നുള്ളതാണ്. മാരകമായ രോഗത്തിൽ നിന്ന് കാവലാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ രോഗത്തിന് മരുന്നാണ് എന്നാണ്. രോഗത്തിന് മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും എല്ലാ ദിവസവും പതിവാക്കുക. കഴിയുന്ന ആളുകള് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 3 പ്രാവശ്യം, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും 3 പ്രാവശ്യം ഓതാൻ ശ്രമിക്കണേ. ഈ സൂറത്തുകളെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ. അള്ളാഹുവിന്റെ റസൂൽ ഒട്ടനവധി മഹത്വങ്ങള് ഈ സൂറത്തുകളെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അന്നമൻ ഖറഅഹുമാ, ആരെങ്കിലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയും പാരായണം ചെയ്താൽ ഉമിന മിൻ ശർരി
ഫിൽ ജിന്നി വൽ ഇൻസി വൽ വസ്വാസ്. ശൈത്വാനിയത്തിന്റെ ശർറിനെ തൊട്ട് അല്ലാഹു അവനെ കാക്കുന്നതാണ്. അല്ലെ, പൈശാചികമായ ശർറ് സിഹറാണ് ഉസ്താദെ, പ്രയാസാണെന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണേറ് തട്ടിങ്ങാണ് ഉസ്താദെ, നിക്കാൻ പോലും വയ്യ, എപ്പോഴും ക്ഷീണാണ്, എപ്പോഴും കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ടാണെന്നൊക്കെ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മരുന്നാണ് മുഅവ്വിദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. അതുപോലെ തന്നെ വൽ ഇൻസി, മനുഷ്യരുടെ ശർറ് ഉണ്ടാകൂല. ശത്രുക്കളാണ് ഉസ്താദെ, കുടുംബത്തിൽ വരെ ശത്രുക്കളുണ്ട് ഉസ്താദെ, വീട്ടിൽ വരെ ശത്രുക്കളാണെന്ന് എത്ര ആളുകൾ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള പരിചയാണ് സൂറത്തുൽ മുഅവ്വിദത്തൈനി. അതുപോലെ തന്നെ വൽ വസ്വാസ്, ചില ആളുകൾക്കുള്ള രോഗമാണ് വസ്വാസ്. എന്ത് കാര്യം ചെയ്താലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവൂല. ഉളു കൊടുത്താല് ഒരു സംതൃപ്തി ഉണ്ടാവൂല. 3 പ്രാവശ്യം കഴുകിയാല് പിന്നെയും കഴുകുക. ഒരു കാര്യത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവൂല. വജ്ജഹത്തു ഓതാൻ തുടങ്ങിയാ പിന്നെ അങ്ങനെ പറയും വജ്ജഹത്തു വജ്ജഹത്തു വജ്ജഹത്തു. അത്തഹിയ്യാത്തു ഓതുമ്പോ പറയും അത്തഹിയ്യാത്തു അത്തഹിയ്യാത്തു. അഊദു ബില്ലാഹി ബിസ്മില്ലാഹി. കാരണം എന്താ, അവന്റെ മനസ്സിനാണ് തൃപ്തിയാകൂല. ഇതിനാണ് വസ്വാസ് എന്ന് പറയാ. ഈ വസ്വാസ് എന്ന് പറയുന്ന രോഗത്തിൽ മരുന്നാണ് മുഅവ്വിദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ തന്നെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിനൽ ജിന്നി വഅയ്നിൽ ഇൻസാൻ. കണ്ണേറിനെ തൊട്ടും ജിന്നുകളെ ശർറിനെ തൊട്ടും അല്ലാഹുവിന്റെ റസൂൽ കാവൽ ചോദിക്കുമായിരുന്നു. അത് വലിയ അപകടമാണ്, ഈ ജിന്നുകളുടെ ശൈത്താന്മാരുടെ ശർറ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണേർ എന്ന് പറയുന്നത് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്, അതുകൊണ്ട് കണ്ണേറിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണേറിനെ തൊട്ടും ജിന്നുകളെ ശർറുകളെ തൊട്ടും ശൈത്താന്മാരുടെ ശർറുകളെ തൊട്ടൊക്കെ അല്ലാഹുവിന്റെ റസൂൽ കാവൽ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഹത്താ നസലത്തിൽ മുഅവ്വിദത്താനി ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നത് വരെ ഈ 2 സൂറത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ശൈത്താനുകളെ തൊട്ടും കണ്ണേറിനെ തൊട്ടും കാവൽ ചോദിച്ചിരുന്നു. ഫലമ്മാ നസലത അഖദ ബിഹിമാ. ഈ 2 സൂറത്തുകൾ ഓതിയപ്പോ പിന്നെ ശൈത്താന്മാരെ തൊട്ടും അതുപോലെ തന്നെ മനുഷ്യന്മാരെ ശർറുകളെ തൊട്ടൊക്കെ അല്ലാഹുവിന്റെ റസൂൽ കാവൽ ചോദിച്ചിരുന്നത് ഈ 2 സൂറത്തുകൾ ഓതിയിട്ടായിരുന്നു എന്ന് ഹദീസിൽ വളരെ വ്യക്തമായി മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. മഹാന്മാര് പറയുന്ന സൂറത്തിൽ ഇഖ്ലാസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? മൻ വാലബ അലാ ഖിറാഅത്തിഹാ, ആരെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു സൂറത്ത് പാരായണം ചെയ്താൽ നാല കുല്ലു ഖൈരിൻ, എല്ലാ ഖൈറും അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വഖഫാ കുല്ലു ശർരിൻ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലുള്ള ആഖിറത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സൂറത്തുൽ ഇഖ്ലാസ് പരിഹാരമാണ്. ഇവിടെ ഈ ദുനിയാവിലുള്ള പ്രശ്നങ്ങളെക്കാൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ആഖിറത്തിൽ വെച്ചാണ്. ഖബർ എന്ന് പറയുന്നത്, ഖബർ നമ്മൾ കാണണം, മഹ്ശറയുണ്ട്, സുബ്ഹാനല്ലാഹ്, സിറാത്ത് പാലം വിട്ടുകടക്കണം, അല്ലാഹുവിന്റെ വിചാരണ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ട ഒരു സമയമാണ് പാരത്രിക ലോകം എന്ന് പറയുന്നത്. അവിടെയും നമ്മൾക്ക് കാവലുണ്ടാകും സൂറത്തുൽ ഇഖ്ലാസ്. അതുപോലെ ദുനിയാവിലെ നല്ല ഖൈറുകൾ നമ്മളെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാര് പറയുന്നുണ്ട്, മൻ ഖറഅഹ, ഒരാൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തു, ഇൻദന്നൗമി, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. വഖറഅ സൂറത്തുൽ ഇഖ്ലാസി വൽ മുഅവ്വിദത്തൈനി, അതോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഒരാൾ പാരായണം ചെയ്താൽ സുബ്ഹാനല്ലാഹ് ഉമിന മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും അതവർക്ക് കാവലാകുന്നതാണ്. ഇല്ലൽ മൗത്ത്, മരണമൊഴികെ. മരിക്കാൻ പിന്നെ എല്ലാവരും മരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തിനെ രുചിച്ചറിയുന്നതാണ്. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്, നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ, റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ലാ, സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീട് ജപ്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്, ജപ്തി നോട്ടീസ് വന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, കാക്കണേ റഹ്മാനെ, സംരക്ഷണം കൊടുക്കണേ അല്ലാ.
റാഹത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. കച്ചവടം ബിസിനസ്സിലൊക്കെ നല്ല ലാഭം കൊടുക്കണേ റഹ്മാനെ. കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത്തരം മുസീബത്തുകളെ തൊട്ടുകാക്കണേ റഹ്മാനെ. ആത്മഹത്യ എന്ന് പറയുന്ന മുസീബത്തിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല അല്ലാ. അതിന് ഞങ്ങൾക്ക് മനസ്സ് നൽകരുത് റബ്ബേ. നല്ല മരണം നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികൾക്ക്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക്, വല്ലുപ്പമാർക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ, പ്രയാസങ്ങൾ അകറ്റണേ, ബറക്കത്ത് നൽകണേ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, വീട്ടിലേക്ക് നല്ല നിലക്ക് തിരിച്ചു വരാല്ല തൗഫീഖ് നൽകണേ റബ്ബേ. ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, പ്രയാസങ്ങൾ കൊടുക്കരുത് റബ്ബേ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാല തൗഫീഖ് നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗമനം നൽകണേ റഹ്മാനെ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട്, പൈശാചികമായ ശറുകളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ റഹ്മാനെ. നിന്റെ കാവല് നൽകണേ അല്ലാ. നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. നിനക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കലിമ ചൊല്ലി മരിക്കാല തൗഫീഖ് നൽകണേ അല്ലാ. ഒരുപാട് കാലം രോഗശയിൽ കടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ. ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. പരാജയം നൽകരുത് റബ്ബേ. മുത്തുനബിയെ സ്നേഹിക്കാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാല തൗഫീഖ് നൽകണേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.